എല്ലാവർക്കും സന്ധ്യാലക്ഷ്മി വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ, കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ റവ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, കപ്പലണ്ടി, സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കിണ്ടി കൊടുക്കുക കേട്ടോ. ഒത്തിരി വഴറ്റി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കിണ്ടി എടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷവും ജസ്റ്റ് ഒന്ന് കിണ്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കപ്പലണ്ടിയാണ് എടുക്കുന്നത്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്, തൊലി കളഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചേർക്കണമെന്നൊന്നുമില്ല. ഞാൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഇട്ടുവന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടി ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇപ്പം ഞാൻ ഈ ബൗൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഏത് ബൗളിലാണോ റവ എടുക്കുന്നത് അതേ സെയിം ബൗളിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. പിന്നെ ജസ്റ്റ് എക്സ്ട്രാ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കും കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് ഈ റവയിൽ കറക്റ്റായിട്ടുള്ള വെള്ളം കിട്ടും. കൂടിപ്പോവുകയോ കുറഞ്ഞു പോകുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റവ എടുത്ത ബൗൾ നിറച്ചിട്ടും വെള്ളം എടുത്തു. പിന്നെ എക്സ്ട്രാ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാതെ ഒരു പൊടിക്കുപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ റവ ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റവ ഇടുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കുറവ് പോലെ തോന്നും കേട്ടോ നമുക്ക് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഒരു പിഞ്ചളവ് ഉപ്പ് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഞാനൊരു 1/2 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും നല്ല മണവും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സംസാരിക്കുമ്പോൾ ഒന്ന് ഇടറി പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങയാണ് കേട്ടോ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തിളച്ച് വരും. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ തിളച്ച ഉടൻ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കുറച്ച് ഇട്ടിട്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഞാനിത് മൊത്തത്തോടെ ഇട്ട് കൊടുത്തിട്ടാണ് കിണ്ടുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്കിത് കറക്റ്റ് അളവായിരിക്കും. ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടി പോകത്തോ കുറഞ്ഞു പോകത്തോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ റവ വറുക്കുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി റവ വാങ്ങിക്കുന്ന സമയം തന്നെ വറുത്ത് തണുപ്പിച്ച് ബോട്ടിലിൽ തട്ടി വെക്കാറാണ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ആവശ്യത്തിന് എടുക്കുന്നതാണ്, അതാണ് വറുക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് ഒരു 2 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഒന്ന് ആവി കയറ്റുക കേട്ടോ. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ റവ കിട്ടും. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഉള്ള ഒരു അടിപൊളി റവയാണ്. അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. വെള്ളം ഇച്ചിരി കുറഞ്ഞു പോയാലും നമുക്ക് ഇത് ഞാൻ ചേർത്ത് വെച്ച് അടച്ചില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് തളിച്ചിട്ട് അടച്ച് വെച്ചാലും മതിയാവും. ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. കുറഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള അടിപൊളി ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണേ. അപ്പോൾ പിന്നെ ബൈ.